ഇന്ന് നമുക്ക് നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു ചിക്കൻ റെസിപ്പിയാണെന്ന് നോക്കിയാൽ ചിക്കൻ ചുക്കയുടെ റെസിപ്പിയാണ് ഞാൻ ഇന്നിവിടെ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. ഇപ്പോൾ ചിക്കൻ ചുക്ക കഴിച്ചവർക്ക് അറിയാൻ പറ്റും എത്രത്തോളം ടേസ്റ്റിയാണ് ഈ ഒരു റെസിപ്പി എന്ന്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ചിക്കൻ ഒന്ന് ജസ്റ്റ് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ നമുക്കിതിലേക്ക് ചിക്കന് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇത് നമ്മൾ പൊരിച്ചെടുത്തിട്ടൊന്നുമല്ല ഈ ഒരു ചിക്കൻ നമ്മൾ തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ ഒന്ന് ജസ്റ്റ് മാരിനേറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാം. നമുക്കൊരു 2 ടീസ്പൂൺ തൈര് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഒരു നാരങ്ങയുടെ പകുതി ഇതുപോലെ അതിന് നീര് പിഴിഞ്ഞിട്ട് ഇതിലേക്ക് ഒഴിച്ചു. കുരുവൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഒഴിവാക്കുക കേട്ടോ. എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എക്സ്ട്രാ വെള്ളത്തിൻ്റെ ആവശ്യമൊന്നും വരുന്നില്ല. നമ്മളിപ്പോൾ നാരങ്ങ നീരും അതുപോലെ തൈരൊക്കെ ഒഴിച്ചുകൊണ്ട് തന്നെ എക്സ്ട്രാ വെള്ളത്തിൻ്റെ ആവശ്യം വരുന്നില്ല കേട്ടോ. ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് മാരിനേറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ നമ്മളിവിടെ ഒരു 3/4 കിലോഗ്രാം ചിക്കനാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. 750 ഗ്രാം ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഇതിലേക്ക് നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് വെള്ളം മാറുന്നതിന് ശേഷമായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ തയ്യാറാക്കുന്ന വരെ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഇനി ഞാനിവിടെ ഒരു 5 മീഡിയം സൈസിലുള്ള സവാള ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് വളരെ നൈസായിട്ടാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത്. നമുക്കിത് എന്തിനാന്ന് വെച്ചാൽ നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. നമ്മൾ ബിരിയാണിക്കൊക്കെ ഫ്രൈ ചെയ്തെടുക്കില്ല, അതുപോലെ ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ വേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വെളിച്ചെണ്ണയിലേക്ക് ഇട്ടിട്ട് ഇത് 2-3 തവണയായിട്ടാട്ടോ ഫ്രൈ ചെയ്തെടുക്കുക. എല്ലാം കൂടെ ഒരുമിച്ചിട്ട് കൊടുക്കുന്നില്ല. അങ്ങനെ ആകുമ്പോൾ ശരിക്കും പെട്ടെന്ന് ഫ്രൈ ആയിട്ട് കിട്ടൂല. അപ്പോൾ 3 ബാച്ചായിട്ട് ഇട്ട് കൊടുത്തിട്ടാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നല്ല ചൂടായ എണ്ണയിലിട്ടിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കുക. പിന്നെ ഇത് ഏകദേശം ഒന്നിങ്ങനെ ജസ്റ്റ് കളർ ചേഞ്ച് ആയി വരുമ്പോൾ പിന്നെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുത്താൽ ചിലപ്പോൾ അത് പെട്ടെന്ന് കരിഞ്ഞു പോവും. അപ്പോൾ ഈ ഒരു കളറാകുമ്പോൾ നമുക്ക് ഓയിലിൽ നിന്ന് കോരി എടുക്കാം കേട്ടോ. ഒരുപാട് സമയം വെച്ചുകൊണ്ടിരുന്നാൽ ഇത് കോരിയെടുത്ത ശേഷം വീണ്ടും ഒന്ന് ഡാർക്ക് കളറാവും. ഒരുപാട് സമയം വെച്ച് അതിൻ്റെ ടേസ്റ്റ് മാറും. അപ്പോൾ നമ്മുടെ ചിക്കൻ ചുക്കയും ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ആ ഒരു കരിയാത്ത ആ ഒരു സ്റ്റേജ് വരുന്ന സമയത്ത് നമുക്ക് വേഗം തന്നെ ഈ വെളിച്ചെണ്ണയിൽ നിന്ന് കോരിയെടുക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലെ 3 ബാച്ചും നമുക്ക് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഞാനിതാ എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ബാക്കിയുള്ള വെളിച്ചെണ്ണയിൽ നിന്ന് ആ ചൂടോട് കൂടെ തന്നെ കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത്. ബാക്കി കുറച്ചൊന്ന് മാറ്റി വെച്ചിട്ട് ബാക്കി കുറച്ച് ഒരു 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിലാണ് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് കേട്ടോ ആദ്യം ചേർത്ത് കൊടുത്തിട്ടുള്ളത് ആ ഒരു വെളിച്ചെണ്ണയിലേക്ക്. പിന്നെ ഒരു പച്ചമുളക് ഇതുപോലെ ഒന്ന് 4ആയിട്ട് കീറിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 തണ്ട് കറിവേപ്പിലയും ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം. അങ്ങനെ വഴറ്റിയെടുക്കാം. അതിൻ്റെ ആ ഒരു പച്ചമണം ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. പിന്നെ നമുക്കിതിലേക്ക് സവാള ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. എന്നാലും ചെറുതായിട്ട് ഒരു ചെറിയൊരു സവാളയുടെ പകുതി ഞാനിങ്ങനെ അരിഞ്ഞിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നിർബന്ധമുള്ള കാര്യമല്ല കേട്ടോ. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. അപ്പോൾ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അതെല്ലാം ഒന്ന് വഴന്ന് വരുന്ന സമയത്ത് ഇനി നമുക്കതിലേക്ക് മസാലപ്പൊടികളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 1.5 ടീസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇനി നമുക്കിതിലേക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 1 ടീസ്പൂണ് മല്ലിപ്പൊടിയായിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഒരു 1/2 ടീസ്പൂണ് വലിയ ജീരകം പൊടിച്ചതാട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് തന്നെ ഒരു ചെറിയ തീയിലിട്ടിട്ടൊന്ന് അതിൻ്റെ ആ ഒരു പച്ചമണം മാറുന്ന രീതിയിലൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. കരിഞ്ഞു പോവാതിരിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഈ മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. അപ്പോൾ ചെറിയ തീയിലിട്ടിട്ടൊന്ന് ഒരു 10 സെക്കൻഡ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്ത ശേഷം ഒരു 3 തക്കാളി മീഡിയം സൈസിലുള്ള 3 തക്കാളി ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ളത് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് അടച്ചു കൊടുക്കുക. അടച്ചു കൊടുത്താൽ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുമല്ലോ. അപ്പോൾ അടച്ചു കൊടുക്കുക. എന്നിട്ട് ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കിയിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇടയ്ക്കൊന്ന് തുറന്നിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് നന്നായിട്ട് തന്നെ എന്തോ അടച്ചെടുക്കണം. ഇത് വെന്ത് വന്നാൽ നന്നായിട്ട് തന്നെ ഒന്ന് അടച്ചെടുക്കണം. അപ്പോൾ ഇടയ്ക്കൊന്ന് മിക്സ് ചെയ്തിട്ട് വീണ്ടും അടച്ച് വെച്ചിട്ട് വീണ്ടും വേവിച്ചെടുക്കുക. അപ്പോൾ അതാ ഇതിപ്പോൾ ഏകദേശമൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. എന്നിട്ട് ആ ഒരു തവി വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് അങ്ങനെ അടച്ചെടുത്താൽ മതി. അപ്പോൾ നന്നായിട്ട് തന്നെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ അതുപോലെ അങ്ങ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ആ ഒരു മസാലയും ചിക്കനും എല്ലാം കൂടി നന്നായിട്ട് പിടിക്കുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിലേക്ക് 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ 1/2 കപ്പിൽ കൂടുതലൊന്നും ഒഴിക്കേണ്ട. നമ്മൾ ചിക്കൻ വെന്ത് വരുന്ന ആ ഒരു സമയത്ത് ചിക്കനിൽ നിന്നും വെള്ളം ഇറങ്ങി വരും. അപ്പോൾ എല്ലാം കൂടി ആകുമ്പോൾ അത്ര തന്നെ മതി. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ആ ഒരു നന്നായിട്ട് തിളച്ച് വരുന്ന വരെ ഹൈ ഫ്ലെയിമിലൊന്ന് ഇട്ട് കൊടുക്കുക. അതിനുശേഷം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം.
അതേസമയം നമ്മൾ ഈ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള സവാളയൊക്കെ ഒന്ന് ചൂടാറിയിട്ട് അപ്പോൾ ഇതുപോലെ നമുക്ക് ഇങ്ങനെ പിടിച്ചാണ്ട് ഇങ്ങനെ ആക്കിയാൽ അതിങ്ങനെ പൊടിച്ചെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പിടിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക കേട്ടോ. ഒരുപാട് അങ്ങ് പൊടി ആക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് കൈ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് പൊടിച്ചെടുക്കുക. നമുക്ക് ഈ ഒരു കുറച്ചൊക്കെ ലാസ്റ്റ് സ്റ്റേജിലാണ് നമ്മൾ ഈ ഒരു ചിക്കനിലേക്ക് അത് ഇട്ട് കൊടുക്കുക. അപ്പോൾ അത് പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ചിക്കനൊക്കെ ഏകദേശമൊക്കെ എന്താ പറയുക കുക്കായി, വെള്ളമൊക്കെ കുറച്ചുകൂടെ വെള്ളമൊക്കെ ഉണ്ട്. വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം നമുക്ക്. അപ്പോൾ ഒരു 10-20 മിനിറ്റ് കൊണ്ട് തന്നെ ചിക്കൻ ഏകദേശം നമുക്കറിയാമല്ലോ എത്രത്തോളം ടൈം എടുക്കുമെന്ന് വെന്ത് കിട്ടാനെന്ന്. ആ ഒരു സമയം വരെ ഒന്ന് വേവിച്ചെടുത്താൽ മതി. അപ്പോൾ ഇത് ഏകദേശം വെള്ളമൊക്കെ വറ്റി വന്നിട്ട് പിന്നെ നമ്മൾ ഈ ഒരു സവാള ഫ്രൈ ചെയ്തത് കൂടെ ഇതിലേക്ക് ഇടുമ്പോൾ ഒന്നും കൂടി വെള്ളമൊക്കെ ഒന്ന് വറ്റി വരും കേട്ടോ. അപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു ചിക്കൻ റെസിപ്പിയുടെ ഹൈലൈറ്റ് തന്നെ ഈ ഒരു സവാള ഫ്രൈ ചെയ്തെടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ കണ്ടോ കുറേയൊക്കെ ഒന്ന് വെള്ളമൊക്കെ വറ്റി വന്ന് ഒരു ഗ്രേവി രീതിയിലായിട്ടുണ്ട്. ഒന്നും കൂടെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സവാളയൊക്കെ ഇട്ട് കൊടുത്ത ശേഷം അതെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് കമ്പൈനായിട്ട് വരണമല്ലോ. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം പിന്നെ അതിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂൺ ഗരം മസാല കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ലാസ്റ്റ് സ്റ്റേജിലാണ് ഗരം മസാല ചേർക്കുന്നത്. അപ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും. ആദ്യം തന്നെ ചേർത്ത ഈ ഒരു ഫ്ലേവർ നമുക്ക് കിട്ടില്ല. എന്നിട്ട് ഇതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊന്നുകൂടെ ഒന്ന് അടച്ച് വെക്കാം. കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കൻ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്ന ആ ഒരു ടൈമാണ് നമ്മുടെ ഇതായി നമുക്ക് അർത്ഥം. പിന്നെ ചെറിയൊരു പുളിക്ക് വേണ്ടിയിട്ട് ഒരു പകുതി ചെറുനാരങ്ങയുടെ നീരും കൂടെ ഇതിലേക്കൊന്ന് പിഴിഞ്ഞൊഴിക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് വാങ്ങി വെക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. സിമ്പിളാണ് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ഒരു വെറൈറ്റി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ റെസിപ്പി കൂടിയാണ്. അപ്പോൾ ചിക്കൻ ഇതുവരെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്തൊരു ദിവസം കാണാം. അതുവരേക്കും ബൈ. താങ്ക് യു.